മാപ്പിളപ്പാട്ട് കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ. നമസ്കാരം, ഐബേഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയില്ലേ ഇദ്ദേഹത്തെ? ഇയാളുടെ പേരാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. പറയുന്നത് കേട്ടാൽ വളരെ അങ്ങേയറ്റം പാണ്ഡിത്യം, എല്ലാ കാര്യത്തിലും വളരെയേറെ വിവരമുള്ള ആളാണെന്നാണ് ധാരണ. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ്. കൊല്ലാതെ കൊല്ലുക എന്ന് പറയില്ലേ, ആളുകളെ കുറ്റം പറയുകയും വേണം, ഇന്ന പറയാതിരിക്കുകയും വേണം. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. ഇയാളെല്ലാം ഒരു വക്കീലാണോ എന്നുള്ളത് വളരെയധികം സംശയമുള്ളൊരു കാര്യമാണ്. കാരണം ഒന്നുമല്ല, എന്ത് കിട്ടിയാലും അതിനെ വളച്ചൊടിച്ച് ഒരുതരം, നമ്മുടെ നാട്ടിലെ ഒരുതരം പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്നല്ലോ, സ്ത്രീകൾ തമ്മിൽ എന്തെങ്കിലും കിട്ടിയാൽ ഒരുതരം കുശലം, അല്ലെങ്കിൽ അതിനെന്താ പറയുക, വാക്കിന് ഒരു കുഞ്ഞായ്മത്തരം വാക്കുകളുണ്ടല്ലോ. സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ മറ്റു അയൽവക്കത്തെ എന്തെങ്കിലും ഒരു കേസ് കിട്ടിയാൽ സ്ത്രീകൾ തമ്മിൽ ഒരു കുശുമ്പുണ്ടല്ലോ, ആ ഒരു അതുപോലെ ഒരു പ്രവണത ഇദ്ദേഹത്തിന് മനസ്സിലുമുണ്ട്. കാരണം MA യൂസഫ് അലി സാഹിബ് UAE വെച്ച് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു വിവാഹം, മകളുടെ വിവാഹം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആ ഒരു ഫംഗ്ഷനിൽ MA യൂസഫ് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അദ്ദേഹം ഒരു പണക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണ്, ഒരു വലിയ ബിസിനസ്സുകാരനാണ് എന്ന് കരുതി അദ്ദേഹത്തിന് ഒന്ന് മനസ്സ് തുറന്ന് ആസ്വദിക്കാൻ പറ്റാതിരിക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ആസ്വദിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇയാൾ ഉപയോഗിച്ച വാക്കുകൾ, ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇയാൾ യൂട്യൂബിലൂടെ ഒരു വീഡിയോ ചെയ്തത് എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാണ്. എന്താ പറഞ്ഞ, കരുണാവാമിതിയായുള്ള യൂസഫ് മുതലാളി, കരുണാവിധിയായുള്ള യൂസഫ് മുതലാളി ഒരു കുത്തുപോലെ, ഇയാൾക്കൊരു അസൂയ പോലെ. ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്? ഇയാൾക്ക് നാട്ടിലെ, ഈ കേരളത്തിൽ നടക്കുന്ന മറ്റ് എന്തെല്ലാമോ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോഴാണ് ഇയാൾ ഒരു യൂസഫ് അലി സാഹിബ് ഒരു പാട്ട് പാടി. അദ്ദേഹം ആ വീഡിയോ ശരിക്കും കണ്ടാൽ അറിയാം, പാടുന്നില്ല. അദ്ദേഹം ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ മനസ്സിലുള്ള ഒരു സന്തോഷം, ആ ഒരു കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ, ഒരു വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മൈക്ക് വാങ്ങി പാടുകയൊന്നും ഉണ്ടായിട്ടില്ല. അത് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇയാളെ പോലുള്ള, എന്താ പറയാ, കുരു പൊട്ടി ഒലിക്കുന്ന, മനസ്സിൽ മുസ്ലിങ്ങളോട് എന്തൊക്കെയോ ഒരു തരം ഭയങ്കരമായ ഒരു വൈരാഗ്യം, വിദ്വേഷം ഉള്ളതുപോലെയാണ് ഇയാളുടെ സംസാരം. ഇയാളുടെ വീഡിയോ കുറച്ച് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒന്ന് കണ്ടു നോക്കൂ. കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ എന്നൊരു മാപ്പിളപ്പാട്ട് കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പറയാൻ വന്നത് അന്നൊന്നും കാണാൻ പറ്റാതെ പോയൊരു പത്രത്തെക്കുറിച്ചാണ്. ആ പത്രത്തിൻ്റെ പേര് കലാപ്രേമി എന്ന, ഈ ചെറിയ ചെറിയ പത്രങ്ങളുണ്ട്, കുട്ടിപ്പത്രം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, ഈ അതുപോലത്തെ ഒരു കുട്ടിപ്പത്രമാണ് കലാപ്രേമി. കലാപ്രേമി തിരുവനന്തപുരത്ത് നിന്നാണ് ഇറങ്ങുന്നത്. ഈ വാരാന്ത്യം നടന്ന കാലത്ത് എനിക്കത് കാണാനേ പറ്റിയിട്ടില്ല. ഈ സമീപകാലത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയാണ് കലാപ്രേമി കാണാൻ കഴിഞ്ഞത്. ഇതിൽ എന്താണ് കലാപ്രേമിയുടെ ഒരു സവിശേഷത എന്ന് ചോദിച്ചാൽ, അതിൽ ആഗോള വാർത്തകൾ വരും, ദേശീയ വാർത്തകൾ വരും, പ്രാദേശിക വാർത്തകൾ വരും. പക്ഷേ എല്ലാ ദിവസവും അല്ല, മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ കരുണാവാരിധിയായിട്ടുള്ള യൂസഫ് അലി മുതലാളിയുടെ ചിത്രമുണ്ട്. ഈ മറ്റു പത്രങ്ങളിൽ നിന്ന് കലാപ്രേമി എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, കലാപ്രേമിയിൽ എല്ലാ ദിവസവും മിക്കവാറും ഒന്നാമത്തെ പേജിൽ തന്നെ അലി മുതലാളിയുടെ ചിത്രമുണ്ട്. ഇനിയിപ്പോൾ അലി മുതലാളിയുടെ പടമില്ലെങ്കിൽ അത് കലാപ്രേമിയല്ല, അത് ഉറപ്പിക്കാം. എല്ലാ പത്രത്തിലും ഇദ്ദേഹത്തിൻ്റെ പടം വരും, പക്ഷേ എല്ലാ ദിവസവും വരികയില്ല. അലി മുതലാളിയുടെ പടം എല്ലാ ദിവസവും വരും. ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ബഷീർ ബാബു എന്ന ഒരു പത്രാധിപ പ്രമുഖനാണ് ഇത് നടത്തുന്നത്, ഇതിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ. 1961 ആരംഭിച്ചാണ് പോലും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 63 കൊല്ലമായി. 63 കൊല്ലത്തിനിടയ്ക്ക് എത്ര കൊല്ലമായി മുതലാളിയുടെ പടം കൊടുക്കാൻ തൊട്ടെന്ന് എനിക്കറിയില്ല. കേട്ടില്ലേ ജയശങ്കർ വക്കീൽ പറയുന്ന വാക്കുകൾ? ഇദ്ദേഹം പറയുന്നത് ഒരു പത്രത്തിൽ, തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു സാധാരണ പത്രം, എല്ലാ നാട്ടിലും ഗ്രാമപ്രദേശത്തായാലും
എല്ലാ നാട്ടിലും, കേരളത്തിലെ എല്ലാ നാട്ടിലും മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് അതുപോലത്തെ ചെറിയ ചെറിയ ഓരോ പത്രങ്ങൾ. അത് തിരുവനന്തപുരത്ത് എന്ന് മാത്രമല്ല, കലാപ്രേമി എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്ന അതുപോലത്തെ ചെറിയ ചെറിയ പത്രങ്ങൾ എല്ലായിടത്തുമുണ്ട്. ആ പത്രത്തിൽ MA യൂസഫ് അലിയുടെ ഫോട്ടോസ്, ഈ MA യൂസഫ് അലിയുടെ അനുജന്റെ മകളുടെ വിവാഹം UAE വെച്ച് നടന്നു, അതിൻ്റെ ഫോട്ടോസ് അച്ചടിച്ചു വന്നു. അതിനാണ് ഇദ്ദേഹത്തിന്, ഈ വക്കീലിന് ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നത്. എന്തോ ഒരു വിഷമം. ഇപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന കലാപ്രേമി എന്ന് പറയുന്ന പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഫോട്ടോ അച്ചടിച്ചു വന്നത് MA യൂസഫ് അലിയുടെ ഫോട്ടോസ് ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ കുരുപൊട്ടുന്നത്, ഒരു ചൊറിച്ചില്. അത് ഇദ്ദേഹത്തിന്റെ ആണെങ്കിലോ, ആ പത്രത്തിൽ ഇയാളുടെ ഫോട്ടോസ് ആണ് അച്ചടിച്ചു വന്നിരുന്നത് എങ്കിലോ, ഇദ്ദേഹത്തിന് വേറെ ഒരു പണിയുമില്ല. കാരണം ഇദ്ദേഹത്തിന് ഇത്ര രീതിയിലുള്ള ഈ ചൊറിച്ചില് എപ്പോഴും വാ തുറന്നാൽ പറയുന്നത് യൂസഫ് മുതലാളി, യൂസഫ് മുതലാളി, യൂസഫ് മുതലാളി. ഇങ്ങനെയാണ് ഇയാൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്തോ ഉള്ളിൽ വെച്ച് എന്തോ ഒരു ക്രിമികടി ഉള്ളതുപോലെ. നല്ല കാര്യങ്ങൾ എന്തെല്ലാമോ അയാൾക്ക് സംസാരിക്കാനുണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് സംസാരിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. MA യൂസഫ് അലിയുടെ അനിയന്റെ മകളെ വിവാഹം അവിടെ UAE വെച്ച് നടത്തി, അതിന് പത്രത്തിൽ ഫോട്ടോസ് വന്നു, അദ്ദേഹം ഒരു ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞതിന് ഇത്രയേറെ പുകിലുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതെല്ലാം എൻ്റെ ജയശങ്കർ മുതലാളി, താങ്കൾ എന്താണ് ഈ പറയുന്നത്? MA യൂസഫ് അലിയുടെ അനിയന്റെ മകളുടെ വിവാഹം കഴിഞ്ഞ ദിവസം UAE വെച്ച് നടന്നു, ശരി തന്നെ. അതിൽ മമ്മൂട്ടി പങ്കെടുത്തു, മോഹൻലാൽ പങ്കെടുത്തു, ജയറാം പങ്കെടുത്തു, ജയറാമിന്റെ ഭാര്യ പങ്കെടുക്കും. താങ്കൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളും പോവുമായിരുന്നല്ലോ. അപ്പോൾ വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്തരം രീതിയിലുള്ള ഒരു ചൊറിച്ചില്. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലായിരുന്നല്ലോ താങ്കൾ. കേട്ടു നോക്കാം നമുക്ക് ഇനിയും ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് യൂസഫ് അലി മുതലാളിയുടെ അനുജൻ്റെ മകളുടെ വിവാഹം അബുദാബിയിൽ വെച്ച് നടന്നു. സിറാജ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ മുസ്തഫയുടെ മകനാണ് വിവാഹം കഴിച്ചത്. വധൂവരന്മാരുടെ പേരിൽ അത്ര വലിയ പ്രാധാന്യമില്ല, കാരണം ചെക്കൻ്റെ വ്യാപാരമാണ്, പെണ്ണിൻ്റെ വ്യാപാരമാണെന്നുള്ളതാണ് പ്രധാനം. അത് വമ്പിച്ച പരിപാടിയായിരുന്നു. പല മാധ്യമങ്ങളിൽ ഞാൻ ഈ വാർത്ത കണ്ടു. മോഹൻലാൽ പങ്കെടുത്തു, മമ്മൂട്ടി പങ്കെടുത്തു, ജയറാമും പാർവതിയും പങ്കെടുത്തു. സിനിമാ രംഗത്തുള്ള ഒരു ഒട്ടുമുക്കാൽ ആളുകൾ പങ്കെടുക്കാത്തവരെ ആരൊക്കെ നോക്കി എളുപ്പം. അതുപോലെ സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രതികളുണ്ടായിരുന്നു, അറേബ്യൻ ഗവൺമെൻറ്റിൻ്റെ ആളുകളുണ്ടായിരുന്നു, UAE പ്രമുഖന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. അങ്ങനെ ഒരുമാതിരി എല്ലാ ആളുകളും പങ്കെടുത്ത അതിഗംഭീരമായ ചടങ്ങായിരുന്നു. വരൻ കിന്നരി തലപ്പാവ് വെച്ച് നിൽക്കും, പെൺകുട്ടി വളരെ വർണ്ണശബളമായ വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുന്നതുമായ സ്വർണത്തിൻ്റെ എംബ്രോയ്ഡറി ചെയ്ത വസ്ത്രം ധാർമ്മിക രോഷങ്ങൾ കൊണ്ടതായിട്ട് കാണുന്നുണ്ട്. അത് വലിയ കാശുള്ള ആളുകൾക്ക് അങ്ങനെ തട്ടം നിർബന്ധമല്ല. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ആലുവയിൽ ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ എല്ലാ പെൺകുട്ടികളും തലയിൽ തട്ടിട്ട് വരിക. പക്ഷേ മാനാടത്ത് അദ്രമാൻ്റെ മകൾ ഖദീജയ്ക്ക് തട്ടം വേണ്ട, കാരണം മാനാടത്ത് അദ്രമാൻ വലിയ കാശുകാരനാണ്, പ്രമാണിയാണ്, അതുകൊണ്ട് തട്ടം വേണ്ട. അതുപോലെയാണ്. അതുകൊണ്ട് അലി മുതലാളിയുടെ അനിയൻ്റെ മകൾ തട്ടമിട്ടില്ലെങ്കിലും അത് ഇസ്ലാം ദീനിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ വിവാഹത്തിൻ്റെ വാർത്ത മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. പക്ഷേ അലി മുതലാളി പാട്ട് പാടിയ വാർത്ത, അത് ഞാൻ നേരത്തെ പാടിയ പാട്ടാണ്. കാഫ് മല കണ്ട പൂങ്കാറ്റേ എന്ന പാട്ട് ആ വേദിയിൽ ആലപിച്ച വാർത്ത ഈ കലാപ്രേമിയിൽ മാത്രമേ വന്നുള്ളൂ. ഒന്നാലോചിച്ചു. അത്ഭുതകരമായ വാർത്തയല്ലേ? സത്യത്തിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ നീല കോട്ടിട്ട മുതലാളിയുടെ അകത്ത് ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ടെന്നുള്ള ആർക്കും അറിയില്ല, എനിക്കുപോലും അറിയില്ല. ആ കലാപ്രേമി കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ എല്ലാ രോമങ്ങളും ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. കാഫ് മല്ലകണ്ട പൂങ്കാറ്റ് കണ്ണൂർ ഷെരീഫ് പാടുന്നു, അതിൻ്റെ അടുത്ത് നിന്ന് മുതലാളിയും പാടുന്നു. ഈ മുതലാളിയെക്കുറിച്ച് നമ്മൾ ഇതുവരെ അങ്ങനെ ധരിച്ചിരുന്നില്ല, മനസ്സിലായില്ലേ? ഇതാണ് കലാപ്രേമി. കലാപ്രേമിയുടെ പ്രാധാന്യം ഇതാണ്. മറ്റെല്ലാ പത്രങ്ങളും കലാകാരനായ മുതലാളിയെ അവഗണിച്ചു. കലാപ്രേമി മാത്രം
അത് ഒരു പ്രധാനപ്പെട്ട സംഭവമാക്കി ഒന്നാമത്തെ പേജ് ഗംഭീരമായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് എന്താണ് വൃത്തിയായിട്ട് പ്രസിദ്ധീകരിച്ചു. ഇതാണ് കലാപ്രേമിയുടെ അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ ദിവസവും മുതലാളിയുടെ പടം കൊടുക്കുന്നതിന് ആർക്കും ഒരു മടുപ്പില്ല എന്ന് മാത്രമല്ല, അത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കുളിരാണ്. ഇങ്ങനെ തന്നെ വേണം പത്രപ്രവർത്തനം നടത്താനായിട്ട് എന്ന് എല്ലാ മാധ്യമങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലക്നൌവിൽ നിന്ന് വാറണ്ട് വരും, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് സമൻസ് വരും, ചിലപ്പോൾ ഹേഗിലെ ഇൻ്റർനാഷണൽ കോർട്ടിൽ തന്നെ ചിലപ്പോൾ കയറിക്കൊണ്ട് വരും. കലാപ്രേമി പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും, വൃത്തിയായിട്ട് നടക്കും. പിന്നെ വീട്ടിലേക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്താ വെച്ചാൽ അതും വരും. കേട്ടില്ലേ, ഇതാണ് ജയശങ്കർ മുതലാളി എന്ന് പറയുന്ന കുത്തക മുസ്ലിം വിരുദ്ധത നിറഞ്ഞു കത്തുന്ന വിഷം ഉള്ളിൽ തലയിൽ കയറി നടക്കുന്ന ജയശങ്കർ അഡ്വക്കേറ്റ് വക്കീൽ. ഇയാളൊരു വക്കീലാവാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. ഫിത്തനകൾ എന്ന് പറഞ്ഞാൽ നുണക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തൻ, അത്രയേ ഉള്ളൂ ഇതിലെല്ലാം. ഇദ്ദേഹത്തിന് എന്തൊരു ചൊറിച്ചിലാണ്. MA യൂസഫ് അലി ഒരു കല്യാണവേദിയിൽ, അതും സ്വന്തം കുടുംബത്തിൽ ഒരു കല്യാണവേദിയിൽ ഒരു പാട്ട് പാടുന്ന ഇതിൽ നിന്നു എന്നത് കാരണം. വക്കീലെ, ഞാനൊരു കാര്യം ചോദിക്കാം താങ്കളോട്. ഈ വിവാഹത്തിൽ UAE ഫ്രീ ടിക്കറ്റ് എല്ലാം തന്ന് താങ്കളെ യൂസഫ് അലി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ താങ്കൾക്ക് ഈ ചൊറിച്ചിലൊന്നും വരില്ലായിരുന്നല്ലോ, അല്ലേ? പിന്നെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളെ വീട്ടിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം എത്തും, ഇത്തരം വാർത്തകൾ കൊടുക്കുകയാണെങ്കിൽ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ലക്നൌവിൽ നിന്നും മറ്റോടത്തു നിന്നും വക്കീൽ നോട്ടീസും എല്ലാം വരും എന്ന്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇദ്ദേഹത്തിൻ്റെ തലയിൽ എത്രത്തോളം വിഷം ചീറ്റുന്നു എന്ന്, വിഷം കയറ്റി വച്ചിരിക്കുന്നു എന്ന്, ആളുകളെ തമ്മിൽ തല്ലിക്കുന്നു. ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരാൾക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും? ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുമോ? ഇയാൾക്ക് വെറുതെ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി യൂട്യൂബ് ചാനലിൽ ബളബള എന്ന് പറയുന്നതല്ലാതെ ഇദ്ദേഹത്തേക്ക് ആര് വില വെക്കാനാണ്? ഇയാളെ വാക്കുകൾ മുഖവിലക്ക് എടുക്കാനാണ് ഇയാളുടെ. MA യൂസഫ് അലി എന്ന് പറയുന്ന ഈ വ്യക്തി എത്ര പേർക്ക് ജോലി കൊടുക്കുന്നു നാം ഒന്ന് മനസ്സിലാക്കുക. വെറുതെ അല്ല എന്ന് എങ്കിൽ പോലും, ജോലി എടുത്തിട്ടാണ് എങ്കിൽ പോലും ജോലി കൊടുക്കാൻ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തോ മറ്റുള്ള രാജ്യത്തോ ആളുകൾ വേണ്ടേ? ചുമർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എഴുതാൻ കഴിയൂ എന്നുപോലെ തന്നെ ഒരു വ്യവസായി ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് തൊഴിൽ കിട്ടൂ. അത് ഈ എന്ത് വാക്കാണ് അയാൾക്കെതിരെ ഉപയോഗിക്കുക? ഈ ജയശങ്കർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയുമോ? ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന അതേ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ തന്നെ ഇവനും, അവനക്ക് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. എത്ര പാവപ്പെട്ട കുടുംബങ്ങൾ ജീവിക്കുന്നു ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് ഇയാൾ ഇത്തരത്തിലൊരു അപകീർത്തി വാർത്ത ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ എത്ര വ്യവസായികളുണ്ട്, എത്ര വലിയ വലിയ കോടീശ്വരന്മാരായ വ്യവസായികളുണ്ട്. ഈ MA യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി 65,000 പേർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത്. 65,000 പേർക്ക്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലും വലിയ എത്ര ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കൊണ്ട് എന്താണ് സാധാരണക്കാർക്ക് ഒരു ഉപയോഗം, ഒരു സഹായമുള്ളത്? പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളും മറുനാടനും ചെറിയൊരു വ്യത്യാസം. താങ്കൾക്ക് ബുദ്ധി കൂടിപ്പോയി എന്ന് തോന്നുന്നത് പോലെയായി. മറുനാടൻ മലയാളി സാജൻ സക്രിയക്ക് ബുദ്ധി മറ്റൊരു രൂപത്തിൽ കുറഞ്ഞും പോയി. അങ്ങനെ നിങ്ങൾ രണ്ട് ഫ്രണ്ട്സുകളാവാൻ പറ്റിയ സാധനങ്ങളാണ്. എൻ്റെ ജയശങ്കർ വക്കീലെ, താങ്കൾക്ക് പറ്റിയ ഒരു ജോലിയുണ്ട്. അതിൻ്റെ പേരാണ് കുത്തിത്തിരിപ്പ്. പണ്ട് കാലങ്ങളിൽ പുരാതന സ്ത്രീകളിൽ ഉണ്ടായിരുന്നതാണ് ഒരു കുശുമ്പ്, കുത്തിത്തിരിപ്പ്, കുശുമ്പ്, കുഞ്ഞായിത്തരം. അതാണ് നിങ്ങളുടെ ജോലി. അതാണ് നിങ്ങൾക്ക് നല്ലതും. നിങ്ങളെ മനസ്സ് നിറയെ വിഷമാണ്, നിങ്ങളെ തലയിൽ അതിലേറെ വിഷമാണ്. നിങ്ങൾ എങ്ങനെ ഒരു വക്കീലായി? ആദ്യം സ്വന്തം വീടിൻ്റെ തൊട്ടടുക്കലുള്ള പ്രശ്നങ്ങൾ തീർക്കും.